അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുരുവട്ടൂരികളുടെ അങ്ങേ തല മുതൽ ഇങ്ങേ തല വരെയുള്ള ഖുർആനോത്തി നമുക്കൊന്ന് കേട്ട് നോക്കാം. ഖുർആനാണല്ലോ ഇപ്പം നമ്മളെ ഏറ്റവും വലിയ ഗ്രന്ഥം. ആ ഗ്രന്ഥം ഓതുന്ന കോലം നമുക്കൊന്ന് കേട്ട് നോക്കാം. പിന്നെ നമ്മളെ പമ്പൈസോ ഒന്ന് പറഞ്ഞടാ. ഇവരും കട്ടെ ഇയാളോ ഓത്തോ ഇയാളൊന്ന് സൂറത്ത് ഓതുന്ന കേട്ടോളി. ബല ഷെയ്ഖേ വലിയ ഷെയ്ഖാണ് കോമാട്ടുചാലിൽ അദ്ദു ഖുർആൻ ഓതുന്നൊന്ന് കേട്ടോളി. അതാണ് ഇപ്പം പറഞ്ഞത്, കേട്ടോളി. നഫ്സിലായിത്തീരും. അഫമനി തഖദ ഇലാഹഹു ഹവാ. ഇതാണ് ഓല മുത്തപ്പനായ കോമാട്ടുചാലിൽ അദ്ദു ഓതിയ കോലം കേട്ടില്ല നിങ്ങൾ? ഖുർആനാണോ ഓതുന്നത്? ഓനാണ് ഹാഫിൽ ഓതിയ കോലം കേട്ടില്ലേ? ഇനി അടുത്ത ആൾ ഓതി കൊടുക്കാൻ പറയുന്നുണ്ട്. പമ്പേസ് ഒന്ന് പറഞ്ഞ ഓതി കൊടുക്ക. ഒന്ന് ഓതി കൊടുത്താ. അതാ പിന്നെ പമ്പേസ് പറയുന്നുണ്ട്, കുഞ്ഞേമ്മേ ഇജ്ജൊന്ന് ഓതടാ, ഇജ്ജൊന്ന് ഓതേ. കേട്ടില്ല നിങ്ങൾ? കുഞ്ഞേമോദി കേട്ടില്ലേ? വലിയ ഷെയ്ഖോദിയെ കേട്ടു, കുഞ്ഞേമോദിയും കേട്ടില്ലേ? ഇനി അടുത്ത ആള് പറ ഓതി കൊടുക്ക. ഓതേ ഒന്ന് കേൾക്കുക. ഇപ്പൊ പമ്പൈസ് ഓതി കേട്ടില്ല നിങ്ങൾ? പമ്പൈസ് ഓതിയതും കേട്ടു. പമ്പൈസ് ആദിക്ക് അദ്ദു ഓതി, കുഞ്ഞേമത് ഓതി, പിന്നെ അതിലേറ്റവും വലിയ വായാടിയാണ് പമ്പൈസ് ഓതിയത് കേട്ടില്ല നിങ്ങൾ? ഇനി അടുത്തത് നോക്കാം നമുക്ക്. ഓതേണ്ടത് അങ്ങനൊന്നുമല്ല, പക്ഷെ ഓതിയത് അങ്ങനെയാണ്. ഇതാണ് രണ്ടാമത്തെ ഷെയ്ഖ് കേട്ടോ. ഒന്നാമത്തെ വലിയ ഷെയ്ഖ് മുത്തപ്പനാണ് കോമാട്ടുചാലിൽ അദ്ദു ഓതിയതാണ് ആദ്യം കേട്ടത്. പിന്നെ ഇപ്പം അതിൽ ഒന്നാം ഖലീഫ ആയിട്ടുള്ളത് നൗഷാദാണ്. നൗഷാദിൻ്റെ ഓത്താണ് ഇപ്പം ഈ കേട്ടത്. അങ്ങനെയാണ് അത് ഓതേണ്ടത് എന്നോ ചോദിക്കണത്. പിന്നെ കുഞ്ഞേമത് ഓതിയത് കേട്ടു, പമ്പൈസ് ഓതിയത് കേട്ടു. ഇനി കുറച്ചും കൂടി ഓതട്ടെ. وَاتْلُ عَلَيْهِمْ نَبَأَ الَّذِي آتَيْنَاهُ فانسلخ منها فأتبعه الشيطان فكان من الغاوين صدق الله مولانا العلي العظيم. നോക്കി ഓതുന്ന കോലാണത്, കേട്ടില്ല നിങ്ങൾ? ഇങ്ങനെ അത് ഓൻ തന്നെ ചോദിക്കുകയാണ്. പിന്നെ لقد كان لسبإ في مسكنهم آية جنتان عن يمين وشمال كلوا من رزق ربكم واشكروا له بلدة طيبة. അടിപൊളിയായിട്ട് ഖുർആനിലൊക്കെ നോക്കിയിട്ടാണ് ഓതുന്നത്, അടിപൊളിയായിട്ട്. അപ്പം ചുരുക്കത്തിൽ 2ാം ക്ലാസ്സിലെ കുട്ടികൾ ഓതുന്ന കോലം പോലെ ഓതാൻ പോലും വയ്യ. ആ കോലത്തിൽ പോലും ഓതാൻ വയ്യാതെയാണ് ഇവർ വലിയ ആലിമീങ്ങളെ പറയാൻ നടക്കുന്നത്. എന്താലേ വല്ലാത്തൊരു തൊലിക്കട്ടി. ഇത് ചൂടായിട്ട് അങ്ങോട്ടും പോവുകയാണ്, എങ്ങോട്ടും. അപ്പോൾ ബോധമില്ലാതെ പ്രസംഗിക്കാൻ കയറിയിട്ട് വല്ല കഞ്ചാവും വലിച്ചുകൊണ്ട് കയറിയ മാതിരിയല്ല കയറുന്നത്. എന്നിട്ട് നൗഷാദ് പറയാം, ബോധമില്ലാതെ പ്രസംഗിക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ. അതാണ് നൗഷാദ് പറയുന്നത്. നമ്മളങ്ങനെ ബോധമില്ലാതെ പ്രസംഗിക്കുന്ന പോലല്ല, ചൂട് കൂടിയിട്ട് എന്തോ വിളിച്ചു പറയല ഞങ്ങള്. അല്ല, ചൂട് കൂടിയിട്ടൊന്നും വിളിച്ചു പറയല്ല. കേട്ടല്ലോ, ഇപ്പം എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ, എല്ലാവരും കേൾക്കുന്നുണ്ട്. ചൂട് കൂടിയിട്ട് വിളിച്ചു പറയാണോ അല്ലേ എന്താന്നുള്ളത് എല്ലാവരും കേൾക്കുന്നുണ്ടോ. എന്തൊക്കെയാ ഓനാ പറയുന്നത്? ഇവനൊക്കെ കഴുത എന്ന് വിളിച്ചാൽ മതിയോ? പോരാ. ഓനെ കഴുതാന്ന് വിളിച്ചാൽ പോരാ, പെരുങ്കഴുതാന്ന് വിളിച്ചണം. അല്ലെങ്കിൽ എന്താണ്, വേറെന്ത് കഴുത വിളിച്ചേണ്ടത്?
എന്താണ് അതിൻ്റെ അപ്പുറത്തിഞ്ഞ് വിളിക്കേണ്ടത്? അത് ജനാണ് വിളിച്ചാൽ മതി, എന്നാൽ പിന്നെ വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ബാലുശ്ശേരിനെ കൊണ്ട് വിളിപ്പിക്കാം. അങ്ങനെയാണോ അതിൻ്റെയൊക്കെ മനസ്സിലാക്കേണ്ടത്? കേട്ടില്ലേ? അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവരുടെ ഏറ്റവും വലിയ നേതാവ് കോമാട്ടുചാലിൽ അദ്ദുവിൻ്റെ ഖുർആനോത്ത് നിങ്ങൾ കേട്ടല്ലോ. അദ്ദുവാണ്, ഹാഫിളാണ് ഈ തെറ്റ് മുഴുവനും ഓതിയത്. നൗഷാദാണ് പിന്നെ ഇതിന് വേണ്ടിയിട്ട് അദ്ദുവിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിക്കൊണ്ട് വല്ലാതെ പ്രസംഗിച്ചു കൊണ്ട് നടക്കുന്നത്. ഖുർആനൊക്കെ അർത്ഥം മാറ്റിക്കാണ്ട്, ഹദീസുകൾ അർത്ഥം മാറ്റിക്കാണ്ട്, ഇബാറത്തുകളൊക്കെ തെറ്റിച്ചും വേപ്പിച്ചും വായിച്ചുകാണ്ട് അർത്ഥം വെച്ച് ജനങ്ങളെ അങ്ങോട്ട് സൂത്താക്കിക്കൊണ്ടിരിക്കുന്നത് നൗഷാദ. ഓതിയ ഖുർആനുകൾ കേട്ടല്ലോ. പിന്നെ നമ്മൾ ഏറ്റവും വലിയ തെറിപൂരനാണ് കുഞ്ഞഹമ്മദ്. തൊള്ളാണ് തുറക്കുന്നത് മുഴുവൻ രണ്ട് കാര്യത്തിനായി, തെറി പറയാനും തിന്നാനും. ഇങ്ങനെ ഈ തെറി പറയുന്ന ഖുർആൻ ഓതിയ കോലങ്ങൾ കേട്ടല്ലോ. ഓനാ രണ്ടാമത്തെ ഖലീഫ. പിന്നെ നമ്മളെ പശുക്കളെ പാമ്പ് നടത്തണ നമ്മളെ പമ്പൈസ് ഓതിയത് നിങ്ങൾ കേട്ടല്ലോ. ഓനാണ് പിന്നത്തെ ഒരു പ്രഭാഷകൻ. ഓൻ്റെ ഒത്തും നമ്മളെല്ലാവരും ശ്രദ്ധിച്ചു കേട്ടു. ഇനി എന്താ നമ്മൾ ചെയ്യുക? എന്നിട്ട് ഞങ്ങളങ്ങനെ തോന്നിയത് വിളിച്ചറിയണവനല്ല, ഓലെന്നെ തോന്നിയത് വിളിച്ചറിയാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ എന്തൊക്കെയോ ആയി പോവുകയാണെന്ന് ഓലെന്നെ പറയും ചെയ്യാം. ഇതിന് മറുപടി പറയാൻ നല്ലത്, ഏറ്റവും നല്ലത് ആരറിയോ? നമ്മളെ ബാലുശ്ശേരിയാണ് പറഞ്ഞാൽ അത് അതിൻ്റേതായ കുറിക്കണ് കൊണ്ടോളും. ബാലുവോ ഒന്ന് വന്നുകാണ്ട് ഒന്ന് പറഞ്ഞാട് അവരോട്. ഏറ്റവും നല്ല ബാലുശ്ശേരിൻ്റെ ഈ കൂക്കലാണ് അവിടെ ഫിറ്റാകുക. അല്ല, ആ ബാലുശ്ശേരിൻ്റെ ഇതാണ് ശരിക്കും അവിടെ ഫിറ്റാകുക. അല്ലാതെ വേറെ രക്ഷയില്ല. ബാലുശ്ശേരി എന്നാണ് പറയുക, അല്ലാതെ വേറൊരു രക്ഷയില്ല. കാരണം കാട്ടിക്കൂട്ടിനെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവരുടെ ഖുർആനോത്തൊക്കെ അങ്ങനെ തന്നെയാണ്. ഇവരെ ഖുർആനോത്ത് മാത്രമല്ല, ഇവരെ നമ്മൾ അടുപ്പും കല്ല് എന്ന് വിളിച്ചു. അത് നിങ്ങൾ കേട്ടോ? അടുപ്പും കല്ല്, 3 അടുപ്പും കല്ലുകൾ എന്ന് പറഞ്ഞപ്പോൾ അടുപ്പും കല്ലിനെ പറ്റിയാണ്ട് പാട്ടാക്കി. അഥവാ അടുപ്പും കല്ല് എന്ന് വിളിക്കുന്നത് ഒരു വലിയൊരു അലങ്കാര വസ്തുവായിട്ട് ഇവർ കണ്ടു. ഇവരെ കളിയാക്കി വിളിച്ചത് ഒരു അലങ്കാര വസ്തുവാക്കി കണ്ടുകാണ്ട് അതിൻ്റെ പേരിൽ ഒരു പാട്ടാക്കി. അതൊന്ന് കേട്ടോ കാണി. തിരുത്താതയില്ല, വിശ്രമം ഭൂമിയിൽ ബാക്കിയില്ല. അഷ്ടദിക്കും തിരുത്താതയില്ല, വിശ്രമം ഭൂമിയിൽ ബാക്കിയില്ല. ഇവിടെ കൊളുത്ത തീ അണയുകില്ല, ഇവിടെ കൊളുത്ത തീ അണയുകില്ല, ഇവിടെ കൊളുത്ത തീ അണയുകില്ല, ഇവിടെ കൊളുത്ത തീ അണയുകില്ല. ഈ അടുപ്പിൻ കല്ല് ആറുകില്ല, ഈ അടുപ്പിൻ കല്ല് ആറുകില്ല. കണ്ടില്ല നിങ്ങൾ? ഈ അടുപ്പിങ്കല്ല് ആറുകില്ല. അടുപ്പുംകല്ല് എന്ന് ഐറ്റങ്ങളെ വിളിച്ചപ്പോൾ അത് അതങ്ങനെയാണ്. ഈ പൊട്ടത്തി പെണ്ണുങ്ങൾക്ക് പള്ളിയിലുണ്ടായ മാതിരി. അപ്പോൾ ഓർക്കത് വലിയൊരു സംഗതിയേക്കാരം എന്നതുപോലെ അടുപ്പുംകല്ല് എന്ന് വിളിച്ചപ്പോൾ അടുപ്പുംകല്ലിനെ പറ്റിയിട്ട് ഓല വലിയ സംഗതിയാക്കിയാണ്ട് പാട്ടുണ്ടാക്കിക്കുക. ഇത്ര വലിയ പൊട്ടന്മാർ ഇനി ആരാണ്? ബാലുശ്ശേരി ഒന്നും കൂടിയാണ് പറഞ്ഞു കൊടുത്താൽ ആരാണത് എന്നുള്ളത്. എന്നാ കൂടി കൂക്കി കൊടുത്താ